നമസ്കാരം. ഇലക്ട്രിക്കൽ സേഫ്റ്റി എന്നതെന്താണെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും കണക്കാക്കിയിട്ടില്ലേ? ഇന്ന് നമ്മൾ വീടുകളിലും ഓഫീസുകളിലും കൂടുതലായി ഉപയോഗിക്കുന്ന വൈദ്യുത സംരക്ഷണ ഉപകരണങ്ങൾ MCB, LCB, RCCB, MCCB യെക്കുറിച്ച് മനസ്സിലാക്കാം. അതും ലളിതമായ ഭാഷയിൽ. MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. MCB എന്നത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിന്റെ ചുരുക്കരൂപമാണ്. ഇത് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡ് സംഭവിച്ചാൽ പെട്ടെന്ന് പവർ കട്ട് ചെയ്യുന്നു. സാധാരണ വീടുകളിലും ഓഫീസുകളിലും ഉപയോഗിക്കുന്നത് MCB ആണ്. ഇത് സാധാരണ വീടുകളിലും ചെറിയ ലോഡുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നു. എന്തെങ്കിലും പിഴവ് വന്നാൽ MCB ഓഫ്, എന്നാൽ വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഒന്നുകൂടി ഓൺ ചെയ്യാം. പഴയതുപോലെ ഫ്യൂസ് മാറ്റേണ്ടതില്ല. ഇപ്പോൾ നോക്കാം LCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. നമ്മുടെ ശരീരത്തിലൂടെ കറന്റ് ചോർന്നാൽ അപകടം ഉണ്ടാകും. അതാണ് LCB തടയുന്നത്. എർത്ത് ലൈൻ കറന്റ് ചോർന്നാൽ ഈ ഉപകരണം പെട്ടെന്ന് പവർ കട്ട് ചെയ്യുന്നു. പഴയ തലമുറ സുരക്ഷാ സംവിധാനം ആയത് LCB ആണ്. ഇപ്പോൾ അധികമായി RCCB ഉപയോഗിക്കുന്നു. RCCB അല്ലെങ്കിൽ ബാക്കിയുള്ള കറന്റ് സർക്യൂട്ട് ബ്രേക്കർ LCBനേക്കാൾ പുതിയതും ഭദ്രമായതുമായ സിസ്റ്റമാണ്. നിലവിലെ അസന്തുലിതാവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലൈവ് ലൈനും ന്യൂട്രലും അതേ കറന്റ് ഇല്ലെങ്കിൽ RCCB ട്രിപ്പ് ചെയ്യും. നമ്മുടെ ശരീരത്തിലൂടെ ഒട്ടും ചോരുന്ന കറന്റ് പോലും RCCB മനസ്സിലാക്കും. MCCB മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. ഇത് MCB പോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കറുകൾ ആണെങ്കിലും കൂടുതൽ കറന്റ് ലോഡും വ്യാവസായിക സജ്ജീകരണങ്ങളും ഉപയോഗിക്കാനാവുന്ന തരത്തിലുമാണ്. ഇത് ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട്, എർത്ത് ഫാൾട്ട് എന്നിവയെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യും. ക്രമീകരിക്കാവുന്ന ക്രമീകരണങ്ങൾ ഉണ്ട്. അതിനർത്ഥം വലിയ മെഷീനിൽ കസ്റ്റമൈസേഷൻ സാധ്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ MCB ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ട്, LCB എർത്ത് ചോർച്ച, RCCB ലീക്കേജ് കപ്പാസിറ്റൻസ് കറന്റ് ഇംബാലൻസ്, MCCB ഉയർന്ന ലോഡുകൾ. നിങ്ങളുടെ വീടിനോ സ്ഥാപനത്തിനോ ഏത് സുരക്ഷാ ഉപകരണം അനുയോജ്യമാണെന്ന് മനസ്സിലാക്കാൻ ഇലക്ട്രീഷ്യന്റെ സഹായം ചോദിച്ചുറപ്പിക്കൂ. ഇതുപോലെ ലളിതമായ വൈദ്യുത വിശദീകരണങ്ങൾ ഇനിയും വരാനിരിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. നിങ്ങൾ ഇന്ന് എന്താണ് പുതിയതായി മനസ്സിലാക്കിയതെന്ന്.